നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലേബർ ഓഫീസറുമായി നടത്തിയ ചർച്ച പരാജയം. പെട്രോൾ പമ്പ് തൊഴിലാളികൾ ബുധനാഴ്ച മുതൽ പണിമുടക്കും. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് പയ്യന്നൂരിൽ തിരിതെളിഞ്ഞു. 120 ഇനങ്ങളിലായി മത്സരിക്കുന്നത് 4200 വിദ്യാർത്ഥികൾ. 8 വേദികളിലായി നടക്കുന്ന കലോത്സവം 5 നാളുകൾ നീളും. തളിപ്പറമ്പ് തൃച്ചംബരത്തെ ESI ആശുപത്രിയിലെ കവർച്ച. ലോക്കർ സഹിതം 3 പേർ പിടിയിൽ. പുതുതായി അനുവദിച്ച തിരുവനന്തപുരം നിസാമുദ്ദീൻ പ്രതിവാര ട്രെയിൻ ബുധനാഴ്ച മുതൽ. ട്രെയിനിന് കണ്ണൂരിലും സ്റ്റോപ്പ്. കണ്ണൂരിന്റെ ഗതാഗത കുരുക്കഴിക്കാൻ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ ഉടൻ പ്രാവർത്തികമാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ഗതാഗത ശൃംഖല. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. 14 നാളുകൾ തളിപ്പറമ്പും പരിസരങ്ങളും ശ്രീകൃഷ്ണ ബലരാമ ലീലാവിലാസങ്ങളാൽ മുഖരിതമാവും. വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലയിലെ പെട്രോൾ പമ്പ് തൊഴിലാളികൾ ബുധനാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുന്നു. കലക്ടർ വിളിച്ചു ചേർത്ത ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരം തീരുമാനിച്ചത്. 50% ശമ്പള വർധന അനുവദിക്കുക, 300 രൂപയുടെ സർവീസ് ആനുകൂല്യം അനുവദിക്കുക, ESI PF ബാധകമാക്കുക, നഗരസഭാ അതിർത്തിയിൽ ജോലി ചെയ്യുന്നവർക്ക് 500 രൂപ പ്രത്യേക അലവൻസ് അനുവദിക്കുക, ദേശീയ അവധി ദിവസങ്ങളിലെ അവധി അനുവദിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. പെട്രോൾ പമ്പ് സംയുക്ത സമരസമിതിയാണ് പണിമുടക്കുന്നത്. പെട്രോൾ പമ്പ് ഉടമകളെ പ്രതിനിധീകരിച്ച് M ഹരീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരും CITU, BMS, INTUC സംഘടനകളെ പ്രതിനിധീകരിച്ച് V രാമചന്ദ്രൻ, V കുഞ്ഞികൃഷ്ണൻ, P കൃഷ്ണൻ എന്നിവരുമായി കലക്ടർ ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. അതേസമയം തൊഴിലാളികളുടെ സമരം അനാവശ്യമാണെന്ന് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് സീൽ ന്യൂസ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് തിരിതെളിഞ്ഞു. കലോത്സവത്തിന് നാന്ദി കുറിച്ച് ചിത്ര സാഹിത്യോത്സവങ്ങളുടെ ഉദ്ഘാടനം പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ നടന്നു. യൂണിയൻ ചെയർമാൻ മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്ര കീഴോത്ത് പ്രഭാഷണം നടത്തി. ലോകം ശരീരത്തിന്റെ ഉത്സവങ്ങൾക്കുള്ള വേദിയാകുന്നിടത്ത് പകരം ശാശ്വത വെളിച്ചങ്ങളെയും നാം ആവിഷ്കരിക്കണമെന്ന് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. ഈ ആവിഷ്കാരങ്ങളുടെ വേദികളായി കലോത്സവങ്ങൾ മാറണം. ഇത് വളരെ യുഗങ്ങൾ പഴക്കമുള്ള ഒരു സമ്പ്രദായമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മളൊന്ന് മരിച്ച് മണ്ണടിഞ്ഞാലും ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇതിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം, ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ എഴുത്തിനും ചിത്രത്തിനും സംഗീതത്തിനും ഒക്കെ പുറകെ ആദരവോടെയും ഭക്തിയോടെയും ഒക്കെ നടക്കുന്നത്. പ്രശസ്ത മൌത്ത് പെയിന്റർ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം ചിത്രം വരച്ച് ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യന്റെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും കാലഘട്ടം യൗവനം. അത് എന്നെപ്പോഴും സന്തോഷിപ്പിക്കുകയും ഊർജ്ജസ്വലനാക്കുകയും ചെയ്യുന്ന ഒരു ബോധമാണ്. സംഘാടക സമിതി ചെയർമാൻ TV രാജേഷ് MLA മുഖ്യാതിഥിയായ ചടങ്ങിൽ സർവകലാശാല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ VS അനിൽകുമാർ, പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ MP ജയരാജൻ, പയ്യന്നൂർ കോളേജ് യൂണിയൻ ചെയർമാൻ TV സുബിൻകുമാർ, കണ്ണൂർ സർവകലാശാല ലേഡി വൈസ് ചെയർമാൻ T ആതിര, ജനറൽ സെക്രട്ടറി K വിനോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സാഹിത്യത്തിന്റെയും വരകളുടെയും നിറഭേദങ്ങളായി കലോത്സവത്തിന്റെ ആദ്യനാൾ. രചനാ മത്സരങ്ങൾ ഏറെ മികവ് പുലർത്തി. കണ്ണൂർ സർവകലാശാലയുടെ 16ാമത് കലോത്സവത്തിന് തിരിതെളിഞ്ഞപ്പോൾ പയ്യന്നൂരിന്റെ സാംസ്കാരിക തനിമയ്ക്ക് പത്തരമാറ്റിന്റെ തിളക്കം. മലയാള ചെറുകഥാ രചന, കാവ്യകേളി, മലയാളം കവിതാലാപനം, ക്വിസ്, കാർട്ടൂൺ രചന, കമ്പ്യൂട്ടർ ഡിസൈനിംഗ്, മലയാള സിനിമാ നിരൂപണം തുടങ്ങിയ മത്സരങ്ങൾ. കവിതാലാപനം വിവിധ ഭാഷകളിൽ. ഹിന്ദി പ്രബന്ധരചന, പോസ്റ്റർ രചന, എണ്ണച്ചായം, പെയിന്റിംഗ്, ചാർക്കോൾ ഡ്രോയിംഗ്, ഡോക്യുമെന്ററി, തിരക്കഥാരചന തുടങ്ങിയ മത്സരങ്ങളും ആദ്യനാൾ നടന്നു. 120 ഇനങ്ങളിലായി 4200 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. 8 വേദികൾ. പയ്യന്നൂരിൽ ഇനി കലയുടെ 5 ഉത്സവനാളുകൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തളിപ്പറമ്പ് തൃച്ചംബരത്തെ ESI ആശുപത്രി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിലായി. ലോക്കർ സഹിതമാണ് ഇവർ അറസ്റ്റിലായത്. ലോക്കർ മോഷ്ടാക്കൾക്ക് തുറക്കാൻ സാധിച്ചിട്ടില്ല. തൃച്ചംബരത്തെ ESI ആശുപത്രി കുത്തിത്തുറന്ന് ലോക്കർ സഹിതമായിരുന്നു മോഷണം നടത്തിയത്. കാഞ്ഞങ്ങാട് ചാമുണ്ടിക്കുന്ന് സ്വദേശി M ബാബു,
തൃച്ചംബരം പ്ലാത്തോട്ടം സ്വദേശി CV രവി, ഏരിവേശിയിലെ VK ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. തളിപ്പറമ്പ് SI MJ വിനോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കവർച്ച ചെയ്ത ലോക്കർ രവിയുടെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. ലോക്കർ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിട്ടില്ല. വിരലടയാള വിദഗ്ധർ എത്തി ലോക്കർ പരിശോധിച്ചു. ലോക്കറിൽ 13,760 രൂപയും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ പാസ്ബുക്കുകളും ഉണ്ടായിരുന്നു. കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ജനങ്ങളിൽ പ്രലോഭനങ്ങൾ ഉണർത്തി മതത്തിന്റെ പേരിൽ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച് CPM വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് BJP സംസ്ഥാന വക്താവ് VK സജീവൻ. പ്രതിപക്ഷമെന്ന നിലയിൽ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്യേണ്ട പാർട്ടി കേരളത്തിലെ ചില സമുദായങ്ങൾക്കിടയിൽ ഭീതി ഉണർത്തി വോട്ടിനായി പരിശ്രമിക്കുന്നു. അതിന് ഒടുവിലെത്തിയ ഉദാഹരണമാണ് തിങ്കളാഴ്ച ഗുജറാത്ത് കലാപത്തിന്റെ പ്രതീകമായി മാറിയവരെ അണിനിരത്തി തളിപ്പറമ്പിൽ നടത്തിയ നാടകമെന്നും VK സജീവൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും വലിയ ഫാസിസം നടപ്പിലാക്കിയ ഏക പാർട്ടി CPM ആണ്. കുത്തുബുദ്ദീൻ അൻസാരിയെയും അശോക് മോച്ചിയെയും മുൻനിർത്തി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ CPMന് യാതൊരു ധാർമ്മിക അവകാശവുമില്ല. നിരപരാധികളെ കൊന്നൊടുക്കി എന്നു മാത്രമല്ല, കലാപങ്ങൾ സൃഷ്ടിക്കുകയും CPM ചെയ്തു. ഇതെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നും വോട്ട് ലക്ഷ്യമാക്കിയുള്ള വെറും നാടകമാണ്, VK സജീവൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ജനവികാരം ഇന്ത്യ രാജ്യത്ത് അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെയും അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരായി പ്രതികരിക്കേണ്ട CPM കേരളത്തിലെ ചില സമുദായങ്ങളുടെ ഇടയിൽ ഫിയർ സൈക്കോസിസ് സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ്. വർഷങ്ങളായി തിരഞ്ഞെടുപ്പ് സമയത്ത് CPM ഇത്തരത്തിൽ കപട രാഷ്ട്രീയം കളിക്കാറുണ്ട്. മദനിയെ ഉയർത്തിപ്പിടിച്ചത് ഒരു ഉദാഹരണമാണ്. ഇത്തരത്തിൽ കപട രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടികൾ യഥാർത്ഥത്തിൽ മതസൌഹാർദ്ദം തകർക്കുകയാണ് ചെയ്യുന്നത് എന്നും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ KT ജയകൃഷ്ണൻ വധക്കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്നും VK സജീവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മലയോര മേഖലയിൽ വികസന മുന്നേറ്റമുണ്ടാക്കാൻ ഹാഡ സഹായകരമാകുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്. ഹാഡ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഉദയഗിരി പഞ്ചായത്തിലെ പള്ളിപ്പടി 3-ാം തോട് ചെക്ക് ഡാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ ജലം സംഭരിക്കാനും മണ്ണിന്റെ ഈർപ്പം നിലനിർത്താനും എല്ലാം കഴിയുന്ന ഒരു സംരംഭമാണിത്. മലയോര വികസന ഏജൻസി രൂപീകരിക്കാനുള്ള കാരണം തന്നെ മലയോര പ്രദേശങ്ങളുടെ വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. മലയോര മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സമ്പ്രദായം രൂപീകരിച്ചത്. മലയോര വികസന ഏജൻസിയായ ഹാഡ മലയോരത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിനാണ് ഊന്നൽ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. റോഡ്, കുടിവെള്ളം, ചെക്ക് ഡാം തുടങ്ങിയവയ്ക്കാണ് മുൻഗണന നൽകുക. ഹാഡ ഏറ്റെടുത്ത പ്രവൃത്തികളിൽ പൂർത്തിയാകുന്ന ആദ്യ പദ്ധതിയാണ് 3-ാം തോട് ചെക്ക് ഡാം. 12.7 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ചെക്ക് ഡാമിൽ 1.5 മീറ്ററോളം ഉയരത്തിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയും. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് ചെൻപള്ളിയാലിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബിജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷീന പാഴുകുന്നേൽ, VV രാജേഷ്, KT സുരേഷ് കുമാർ, മിനി പാലക്കാവുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉദയഗിരി പഞ്ചായത്തിലെ തടത്തിപ്പടയിൽ നിർമ്മിക്കുന്ന പാലങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ പ്രയാസം പരിഹരിക്കാൻ ഈ പാലം പൂർത്തിയാകുമ്പോൾ സഹായകമാകും. കൊച്ചിനട്ടമുള്ളവരിലൊക്കെ നിരവധി തവണ എന്നോട് ഇവിടെ വെച്ചും കണ്ണൂരിൽ വെച്ചും ഒക്കെ പറഞ്ഞ കാര്യമാണ് ഈ നാടിന്റെ ഈ പാലത്തിന്റെ കാര്യം. പഞ്ചായത്തിലെ ശാന്തിപുരം ആലമൂട്ടിൽ റോഡിലാണ് 33 ലക്ഷം രൂപയുടെ പാലങ്ങൾ നിർമ്മിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് ചെൻപള്ളിയാലിൽ അധ്യക്ഷത വഹിച്ചു. സോളി കുര്യൻ, അജിത പൂവത്ത്, വൈസ് പ്രസിഡന്റ് ഷീന ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. അംഗപരിമിതർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യാനായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിലെ സാമ്പത്തിക അഴിമതി അന്വേഷിക്കണമെന്ന് അഖില കേരള വികലാംഗ ഫെഡറേഷൻ. വികലാംഗരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നീക്കിവച്ച 3% ഫണ്ട് യഥാർത്ഥ ആളുകളിൽ എത്തുന്നുണ്ടോ എന്നന്വേഷിക്കാൻ കമ്മിറ്റിയെ നിയമിക്കണമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കൂത്തുപറമ്പ് ബ്ലോക്ക് പരിധിയിൽപ്പെടുന്ന അംഗപരിമിതർക്ക് 2012 സഹായ ഉപകരണങ്ങൾ നിർണ്ണയിക്കുന്നതിനു വേണ്ടിയാണ് ക്യാമ്പ് നടത്തിയത്. ഈ ക്യാമ്പിൽ ഭക്ഷണത്തിനായി നീക്കിവച്ച തുക മുഴുവൻ ക്യാമ്പ് ചുമതലയുള്ള ഡോക്ടർ ജീവൻലാൽ അപഹരിച്ചു എന്ന് ഭാരവാഹികൾ ആരോപിച്ചു. 198 പേർ പങ്കെടുത്ത പരിപാടിയിൽ ഒരാൾക്ക് 125 രൂപ എന്ന നിരക്കിൽ 320 ബിരിയാണി ഓർഡർ ചെയ്തു. എന്നാൽ ഒരാൾക്ക് പോലും അന്ന് ഭക്ഷണം ലഭിച്ചില്ല. ഭക്ഷണ ചിലവിനായി 40,000 രൂപയും മറ്റ് അനുബന്ധ ചെലവുകളായി 10,000 രൂപയും അടങ്ങുന്ന ചെക്ക് ഡോക്ടർ ജീവൻലാലിന്റെ അനിയൻ CK പ്രദീപിന്റെ പേരിലാണ് വാങ്ങിയതെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KV മോഹനൻ, V ഭാസ്കരൻ, P രോഹിണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുതുതായി അനുവദിച്ച തിരുവനന്തപുരം നിസാമുദ്ദീൻ 2-26-33 നമ്പർ പ്രതിവാര എക്സ്പ്രസ് ട്രെയിൻ ബുധനാഴ്ച മുതൽ തിരുവനന്തപുരത്ത് നിന്നും സർവീസ് ആരംഭിക്കും. ബുധനാഴ്ചകളിൽ ഉച്ചതിരിഞ്ഞ് 2:45-നാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും കൊങ്കൺ വഴി നിസാമുദ്ദീനിലേക്ക് പുറപ്പെടുക. വണ്ടിക്ക് കണ്ണൂരിലും സ്റ്റോപ്പുണ്ടാകും. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2:20 നിസാമുദ്ദീനിൽ എത്തും. മടക്ക് ട്രെയിൻ നമ്പർ 22-63-4 നിസാമുദ്ദീനിൽ നിന്നും വെള്ളിയാഴ്ചകളിൽ രാത്രി 11:40 പുറപ്പെട്ട് തിങ്കളാഴ്ച പുലർച്ചെ 2:45 തിരുവനന്തപുരത്ത് എത്തും. നിസാമുദ്ദീനിൽ നിന്നുള്ള ട്രെയിനിന്റെ ആദ്യ യാത്ര ഈ മാസം 7-നാണ്. കൊല്ലം, കായംകുളം, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ, ആലുവ, തൃശൂർ, ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ജംഗ്ഷൻ, ഉടുപ്പി, കാർവാർ, മഡ്ഗാവ്, പെർണം, സിന്ധുദുർഗ്, രത്നഗിരി, ചിപ്ലുൻ, പനവേൽ, വസായ് റോഡ്, സൂറത്ത്, വഡോദര ജംഗ്ഷൻ, രത്ലം, കോട്ട ജംഗ്ഷൻ, സാവായ് മാധോപൂർ, ഭരത്പൂർ, മധുര ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ടാകും. 2 ടയർ AC 2, 3 ടയർ AC 4, സ്ലീപ്പർ കോച്ച് 6, ജനറൽ കോച്ച് 4, ലഗേജ് കം ബ്രേക്ക് വാൻ കോച്ച് 2 എന്നിങ്ങനെ 18 കോച്ചുകളാണുള്ളത്. ഈ ട്രെയിനുകളിലേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചെന്ന് ദക്ഷിണ റെയിൽവേ PRO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. JCBയുടെ ടാങ്ക് മോഡൽ വാഹനം നിരത്തിലിറക്കി റോഡ് കേടുപാട് വരുത്തിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വാഹനം തടഞ്ഞു. ധർമ്മശാല ദേശീയപാതയിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന യുദ്ധ ടാങ്കർ പോലുള്ള ഈ വാഹനം റോഡിലിറക്കാനുള്ള അനുമതി പോലുമില്ലാത്തതാണ്. ആവശ്യമുള്ള സ്ഥലത്ത് ലോറിയിലോ മറ്റോ വഹിച്ചുകൊണ്ടുപോയി ഇറക്കേണ്ടതാണ്. എന്നാൽ ഡ്രൈവർ വാഹനമെടുത്ത് ദേശീയപാതയിലൂടെ ഓടിച്ചു പോയപ്പോൾ ഉരുക്കു ടയർ പതിഞ്ഞ് റോഡിന്റെ ഒരു ഭാഗത്ത് കേടുപാട് പറ്റി. ഇതാണ് വാഹനം തടയാൻ കാരണമായത്. ജനസാന്ദ്രത കൂടിയ പോലത്തുള്ള സ്ഥലത്തൂടെ ഇതുപോലുള്ള വാഹനം കൊണ്ടുപോകുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. പക്ഷെ ഇത്തരം വാഹനങ്ങൾ കൊണ്ടുപോകേണ്ടത് തന്നെ ലോറിയിൽ കയറ്റിയോ അതുപോലുള്ള വാഹനങ്ങൾ കയറ്റിയോ ആണ്. ഇതുപോലുള്ള സാധനം കൊണ്ടുപോകുന്ന റോഡ് നശിച്ചു. അതുപോലെ തന്നെ ടാക്സ് അടക്കാതെയാണ് റോഡിലൂടെ ഈ വാഹനം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരമുള്ള വാഹനങ്ങൾ ജനസാന്ദ്രതയിൽ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ റോഡ് ബ്ലോക്ക് ആവും, അതുപോലെ ട്രാഫിക് ബ്ലോക്ക് ആവും. അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുക്കേണ്ട സർക്കാരിന്റെ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വളരെ ചെറിയ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഗതാഗത കുരുക്കും പതിവാണ്. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് മുൻ MD AK ഖാദർകുട്ടി അനുസ്മരണം കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ ഇന്ത്യൻ അംബാസിഡർ TP ശ്രീനിവാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. Knowledge, skills, attitude and abilities while simultaneously empowering them. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് ലിമിറ്റഡും കണ്ണൂർ സർവകലാശാല മാനേജ്മെന്റ് വിഭാഗവും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് മാർക്കറ്റിംഗ് തലവൻ PK മെഹബൂബ്, കണ്ണൂർ സർവകലാശാല മാനേജ്മെന്റ് വിഭാഗം തലവൻ ഡോക്ടർ U ഫൈസൽ, PT രാജീവൻ, ബാലചന്ദ്രൻ കീഴോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജനമൈത്രി സുരക്ഷാ പ്രൊജക്ടിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്കായി ഏകദിന പരിശീലനം നടത്തി. കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി IG സുരേഷ് രാജ് പുരോഹിത് ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി സംവിധാനം ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയ 12 പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കായാണ് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചത്. 12 സ്റ്റേഷനിലെയും SI, CI, കമ്മ്യൂണിറ്റി റിലേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പോലീസ് ഓഫീസർമാർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. CITU നേതൃത്വത്തിൽ കൈത്തറി തൊഴിലാളികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മൊറാഴ വീവേഴ്സ് സൊസൈറ്റിയിൽ നടന്ന കൂട്ടായ്മ അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രദേശത്തിന്റെ അകത്തും ചെറുതും വലുതുമായിട്ടുള്ള ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ മാത്രമാണ് കേന്ദ്രീകരിച്ചത്.
ഇന്ന് രാവിലെ ഞാൻ പങ്കെടുത്തതിൽ തൊഴിലാളികളും കുടുംബങ്ങളും കുട്ടികളും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള യോഗമായി. CIF ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു യോഗം നടത്തുന്നതാണ്. KP പുരുഷു അധ്യക്ഷത വഹിച്ചു. PV ബാബുരാജ്, മണിയമ്പാറ കുഞ്ഞമ്പു, V യശോദ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. അക്രമ രാഷ്ട്രീയത്തിനും ഫാസിസത്തിനുമെതിരെ കോൺഗ്രസ് നടുവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PT മാത്യു ഉദ്ഘാടനം ചെയ്തു. നടുവിൽ മണ്ഡലം പ്രസിഡന്റ് വിൻസെന്റ് പല്ലാട്ട് അധ്യക്ഷത വഹിച്ചു. ബിനോയ് നടുവിൽ, അജിത് നടുവിൽ, K ഗോവിന്ദൻ, ബേബി ഓടംപള്ളി, ആൽബർട്ട് പ്ലാത്തോട്ടം, ബേബി പോൾ, PP അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. പാപ്പിനിശ്ശേരി കൃഷിഭവന് കീഴിൽ 5.5 ഏക്കർ സ്ഥലത്ത് നടത്തിയ പച്ചക്കറി കൃഷിയിൽ വിളഞ്ഞത് 100 മേനി. കണ്ണത്താ ദൂരത്തോളം പടർന്ന ഹരിത സമൃദ്ധിയുടെ വിളവെടുപ്പ് ഉത്സവത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് C റീന നേതൃത്വം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് P ഭാർഗവൻ പദ്ധതി വിശദീകരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP മാലിനി, ക്ലസ്റ്റർ കൺവീനർ KV സുമാലിനി എന്നിവർ പ്രസംഗിച്ചു. തീർത്തും ജൈവരീതിയിലുള്ള പച്ചക്കറി കൃഷി 100 മേനിയാണ് വിളഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കലക്ടറേറ്റിന് ചുറ്റിലും മനുഷ്യ ശൃംഖല തീർത്തു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മനുഷ്യ ശൃംഖല CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിന്റെ ദുരിതം മാറ്റാൻ അധികാരികളെ കണ്ണു തുറക്കൂ. നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഒരു MLAയുടെ കടമയാണ്. എന്നാൽ കണ്ണൂർ MLA ആയ അബ്ദുള്ളക്കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കാതെ സരിതയുടെ പുറകെ നടക്കുകയാണെന്ന് P ജയരാജൻ പറഞ്ഞു. ഇവിടെ കണ്ണൂരിൽ ഒരു MLAയുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു വികസനത്തിന് വേണ്ടിയുള്ള വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാട് CPM ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ UDFന്റെ ഭാഗമായത്. വികസനത്തിന്റെ കാര്യം മാത്രമാണോ? ഇസ്ലാം മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറ്റൂല, അതുകൊണ്ട് ഞാനൊരു യഥാർത്ഥ മതവിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത്. എന്നിട്ട് അവിടെ എടുക്കുന്ന പണി എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ കണ്ടല്ലോ. ഒരു മതവിശ്വാസിക്ക് പറ്റുന്ന പണിയാണോ ഇന്ന് കണ്ണൂരിലെ MLA എടുത്തുകൊണ്ടിരിക്കുന്നത്? മൂപ്പരിക്ക് എന്താ പണി? മൂപ്പരിക്ക് തട്ടിപ്പുകാരിയായിട്ടുള്ള സരിതാ നായരുമായിട്ട് സൊള്ളലാണ്. ആ സൊള്ളാനല്ലാതെ കണ്ണൂർ മണ്ഡലത്തിന്റെ വികസന കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധ ചെലുത്താൻ ആ കണ്ണൂരിൽ MP കഴിയുന്നില്ല. മതവിശ്വാസത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടത്. ഈ പാർട്ടിയിൽ നിന്ന് എല്ലാ സ്ഥാനങ്ങളും കരസ്ഥമാക്കി അതിന്റെ എല്ലാ വരുമാനങ്ങളും നേടിക്കൊണ്ട് ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ അവസരവാദിയായി പോയിട്ടുള്ള ആ ജനവിരുദ്ധൻ ഇന്ന് എത്തിയിട്ടുള്ള പതനം തീർച്ചയായിട്ടും അതൊരു പതനമാണ്. കണ്ണൂരിന്റെ ഗതാഗതക്കുരു കഴിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നിരവധി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഫെബ്രുവരി 18 നടത്തിയ ജനകീയ കൂട്ടായ്മ അതിന്റെ ആദ്യപടിയാണ് നടത്തിയത്. കൂട്ടായ്മയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ജനപ്രതിനിധികൾക്കും അധികാരികൾക്കും ഡിവൈഎഫ്ഐ സമർപ്പിച്ചിട്ടുണ്ട്. കുരുക്ക് പരിഹരിക്കാൻ ഇത് പ്രാവർത്തികമാക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബിനോയ് കുര്യൻ, പ്രസിഡന്റ് ബിജു കണ്ടക്കൈ, കേന്ദ്ര കമ്മിറ്റി അംഗം AN ഷംസീർ, OK വിനീഷ്, KV സുമേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് 6-ന് കൊടിയേറും. 14 ദിനങ്ങൾ തൃച്ചംബരവും പരിസരങ്ങളും ശ്രീകൃഷ്ണ ബലരാമ ലീലാവിലാസങ്ങളാൽ മുഖരിതമാവും. ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവാരംഭം കുറിച്ച് 6-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കൊടിയേറ്റം നടക്കും. തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടാകും. കലാ സാംസ്കാരിക പരിപാടികൾ രാത്രി 7-ന് ശ്രീകൃഷ്ണ സേവാ സമിതി പ്രസിഡന്റ് E വേണുഗോപാലന്റെ അധ്യക്ഷതയിൽ മലബാർ ദേവസ്വം പ്രസിഡന്റ് KA ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം തന്ത്രി കാമ്പ്രത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ ഭാഷണം നടത്തും. തളിപ്പറമ്പ് DYSP KS സുദർശൻ മുഖ്യാതിഥിയാവും. രാത്രി 9:30 മുതൽ സിനിമാ പിന്നണി ഗായകൻ കാവാലം ശ്രീകുമാർ നയിക്കുന്ന ഗാനമേള
രാത്രി 1 ശേഷം മഴൂരപ്പന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തും. 7 രാത്രി 9 മുതൽ 10:30 വരെ പൈങ്കുളം നാരായണ ചാക്യാരുടെ ചാക്യാർകൂത്ത്, 10:30 കണ്ണൂർ സംഗീത ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള, 8 രാത്രി 9 മണി മുതൽ 10 മണി വരെ വിജിത് കൃഷ്ണൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി, 10:30 മുതൽ പിലാത്തറ ലാസ്യകലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ബാലൈ മാധവം, 9 രാത്രി 9 മണിക്ക് നൃത്തനൃത്യങ്ങൾ, 10 മണിക്ക് കണ്ണൂർ റിഥം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള തുടങ്ങിയവയും നടക്കും. 13 രാത്രി 7:30 പൂക്കോത്ത് നടയിൽ ഏഷ്യാനെറ്റ് കോമഡി എക്സ്പ്രസ് ടീമിന്റെ മിമിക്സ് പരേഡ് നടക്കും. 15 രാവിലെ 6 മണി മുതൽ സമ്പൂർണ്ണ നാരായണീയം പാരായണം. പൂക്കോത്ത് നടയിൽ രാത്രി 7:30 മുതൽ നടൻ ജയറാം, ഗിന്നസ് പക്രു, ടിനി ടോം, തെസ്നിഖാൻ തുടങ്ങിയവർ അണിനിരക്കുന്ന സൂപ്പർ ഹിറ്റ് മെഗാ ഷോയും അരങ്ങേറും. 16 പൂക്കോത്ത് നടയിൽ രാത്രി 7:30 മുതൽ തൃക്കരിപ്പൂർ നാട്യധർമ്മി അവതരിപ്പിക്കുന്ന നാടകം കതിനന്നൂർ വീരൻ. ക്ഷേത്ര സന്നിധിയിൽ രാത്രി 9 മുതൽ പഞ്ചവാദ്യം, 10 മുതൽ മഞ്ച് സ്റ്റാർ സിംഗർ കീർത്തനയുടെ ഭക്തിഗാനമേള. മാർച്ച് 7 മുതൽ 16 വരെ എല്ലാ ദിവസവും രാത്രി 1 ക്ഷേത്രാങ്കണത്തിൽ തായമ്പകയും അരങ്ങേറും. 18 രാവിലെ 6 ഉത്സവ ബലി, രാത്രി 8 നാടുവലം വെക്കൽ, 19 വൈകുന്നേരം 5 ആറാട്ട്, 20 രാവിലെ 9 മണിക്ക് ഭക്തിഗാന സുധ, 11 വീണാനാഥ തരംഗം ഭക്തിഗാനമേള, ഉച്ചയ്ക്ക് 2 മണിക്ക് അക്ഷരശ്ലോക സദസ്, വൈകുന്നേരം നടക്കുന്ന കൂടിപ്പിരിയൽ ചടങ്ങോടെ പിന്നീട് ഉത്സവം സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ശ്രീകൃഷ്ണ സേവാ സമിതി പ്രസിഡന്റ് ഇ വേണുഗോപാലൻ, സെക്രട്ടറി വി.പി. ചന്ദ്രപ്രകാശ്, ട്രഷറർ ടി. കുഞ്ഞിരാമൻ, ജോയിന്റ് സെക്രട്ടറി എം.എം. ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. തേരാറമ്പ് മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠാ ബ്രഹ്മ കലശോത്സവം 6 മുതൽ 11 വരെ നടക്കും. സാംസ്കാരിക സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എസ്. ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. 3 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച് മഹാദേവനെ വിവിധ ഭാവങ്ങളിൽ പൂജിച്ച് ആരാധിച്ചു വന്നിരുന്നൊരു മഹാക്ഷേത്രം തേരാറമ്പ് എന്ന ഈ പുണ്യഭൂമിയിലുണ്ടായിരുന്നു എന്ന പൂർവികരുടെ വാമൊഴി കഥകളെ സാധൂകരിക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു 2011 മെയ് 31 ഈ സ്ഥലത്ത് സംഭവിച്ചത്. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിരുന്ന ഈ പറമ്പിൽ നിന്നും മണ്ണെടുത്ത് നിരപ്പാക്കുന്നതിനിടെ ശിവലിംഗങ്ങളും പീഠങ്ങളും കണ്ടെത്തിയതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ കൂട്ടായ തീരുമാനത്തെ തുടർന്ന് നടത്തിയ സ്വർണ്ണപ്രശ്ന ചിന്തയിൽ ഐതിഹ്യങ്ങളുടെ യാഥാർത്ഥ്യം അനാവരണം ചെയ്യപ്പെടുകയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൂഷിക രാജവംശ പരമ്പരയാൽ ആരാധിച്ചു പോന്നിരുന്നൊരു മഹാശിവക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പിന്നീടത് കോടല്ലൂർ തമ്പുരാക്കന്മാരുടെ അധീനതയിൽ വന്നതിനു ശേഷം എത്തിയ ഇയ്യൂർ സിദ്ധസന്യാസിമാരുടെ കാലത്താണ് നാമാവശേഷമായതെന്നുമായിരുന്നു സ്വർണ്ണപ്രശ്ന ചിന്തകരുടെ നിഗമനം. ശിവൻ, നടരാജൻ, ദക്ഷിണാമൂർത്തി, ഗണപതി, യക്ഷി, യതീശ്വരൻ, പാർവതി സങ്കല്പങ്ങളുള്ള ഈ പുണ്യക്ഷേത്രം നശിപ്പിക്കപ്പെട്ടിട്ട് 800 വർഷങ്ങളായി എന്നും വെളിവാക്കപ്പെട്ടു. മഹാദേവൻ തേരിൽ വന്നിറങ്ങിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പറമ്പിന്റെ രേഖകളിലെല്ലാം തന്നെ തേറാപ്പറമ്പ് എന്ന ക്ഷേത്രമുള്ള പറമ്പ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പറമ്പിൽ നിന്നും 24 സെന്റ് വില കൊടുത്തു വാങ്ങി നിരപ്പാക്കുന്നതിനിടയിൽ ഒരു ശിവലിംഗം കൂടി കണ്ടുകിട്ടുകയുണ്ടായി. പ്രസ്തുത ശിവലിംഗമാണ് ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ച് ഞായറാഴ്ചകളിൽ പൂജ ചെയ്തു വരുന്നത്. പരമശിവനെ വിവിധ ഭാവങ്ങളിൽ പൂജിച്ച് ആരാധിച്ചിരുന്ന മഹാക്ഷേത്രം ഈ സ്ഥലത്തുണ്ടായിരുന്നു. അത് 1600 വർഷക്കാലം നിലനിന്നിരുന്നു എന്നാണ് സ്വർണ്ണപ്രശ്നം പറഞ്ഞത്. ശ്രീ തേറാറമ്പ് മഹാദേവ ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഭക്തജനങ്ങളും സുമനസ്സുകളും നൽകിയ നിർലോഭമായ സഹായ സഹകരണങ്ങളാൽ ക്ഷേത്രം ശ്രീകോവിലിന്റെയും തിടപ്പള്ളിയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. താന്ത്രിക കർമ്മങ്ങളോടുകൂടിയ പ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് 6 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ നടക്കും. 6 3 മണിക്ക് എരിഞ്ഞിക്കീൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾ തുടങ്ങുക. ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തുന്നതോടുകൂടി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എസ്. ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. ടി.വി. രാജേഷ് എം.എൽ.എ. അധ്യക്ഷം വഹിക്കും. കമ്മിറ്റി ചെയർമാൻ പോള ബാലകൃഷ്ണൻ, ജനറൽ കൺവീനർ എൻ. സുഭാഷ്, സെക്രട്ടറി വെള്ളിക്കിൽ ശ്രീശൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. ശ്രീകണ്ഠപുരം SES കോളേജിൽ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലബിന്റെ വ്യക്തിത്വ വികസന ക്യാമ്പ് നടന്നു. ഡോക്ടർ ജിഒ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് എം.എ. സിറിയക് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ.വി. ഫിലോമിന, ബേബി തോമസ്, പി. സതീശൻ, ബീന ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. തങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമായതിന്റെ ആഹ്ലാദത്തിലാണ് ചെറിയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ഉത്സവാന്തരീക്ഷത്തിലാണ് ജെയിംസ് മാത്യു എം.എൽ.എ. സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഉദ്ഘാടനം നടന്നത്. ചെറിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് ഒരു സ്കൂൾ ബസ് എന്നത് ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു. UP സ്കൂളായിരുന്നിടത്ത് നിന്ന് ഈ അധ്യയന വർഷമാണ് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടതും.
സ്കൂളിന്റെ 60ാം വാർഷികാഘോഷവും ഇക്കുറി നടക്കുകയാണ്. ജെയിംസ് മാത്യു MLA അനുവദിച്ച 10 ലക്ഷവും നാട്ടുകാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചേർന്ന് സ്വരൂപിച്ച 2 ലക്ഷത്തോളം രൂപയും ചെലവഴിച്ചാണ് ബസ് വാങ്ങിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനു തോമസ് ഉദ്ഘാടനം ചെയ്തു. അസൂയാവഹമായിട്ടുള്ള നേട്ടമാണ് ചെറിയ സ്കൂള് ഈ വർഷം നേടിയിട്ടുള്ളത്. കാരണം ചെറിയ സ്കൂള് ഈ നാടിന്റെ ആകെ മാതൃകയായി ഒരു ഹൈസ്കൂളായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ബഹുമാനായ MLA ഈ സ്കൂളില് കുട്ടികൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ഒരു ബസ്സും ഏർപ്പാട് ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ PT രുക്മിണി അധ്യക്ഷത വഹിച്ചു. KV ലക്ഷ്മണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. A രാജേഷ്, MT രുക്മിണി, CM കൃഷ്ണൻ, ET രാജീവൻ, PV അബ്ദുൾ ഷുക്കൂർ, V ബാബുരാജൻ, K ബാലകൃഷ്ണൻ, VV ഗോവിന്ദൻ, K സുരേശൻ, K രജനി, KV സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ശ്രീകണ്ഠപുരം നിടിയേങ്ങ സ്വാമി മഠത്തിൽ നടന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. സ്വാമി സമാധി ദിനാഘോഷത്തിന് ബുധനാഴ്ച സമാപനമാകും. ഫെബ്രുവരി 24-നായിരുന്നു ഉത്സവം തുടങ്ങിയത്. ബ്രഹ്മശ്രീ ഭാഗവതരത്നം പുല്ലൂർ മണ്ണ് മണിവർണ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ഭാഗവത സപ്താഹം. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷവും പ്രതിഷ്ഠാദിന മഹോത്സവവും സമാപിച്ചു. ഉത്സവം 3 നാളുകളാണ് നീണ്ടുനിന്നത്. ഉത്സവ ദിവസങ്ങളിൽ തിടമ്പ് നൃത്തം ദർശിക്കാനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ദിവസവും അന്നദാനവും ഉണ്ടായിരുന്നു. വിശേഷാൽ പൂജകളും നടന്നു. കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. മൊറാഴ AUP സ്കൂളിൽ നിന്നും LP UP വിഭാഗത്തിൽ മികച്ച വിജയം നേടിയവർക്ക് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയവർക്കും ഉപദേശങ്ങൾ നൽകി. KT കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ PV ബാബുരാജ് എൻഡോമെന്റ് വിതരണം ചെയ്തു. ഏറ്റവും തയ്യാറെടുപ്പോടുകൂടി തന്നെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് ഈ സമൂഹത്തിന് ഒട്ടനവധി സംഭാവനകൾ നൽകുന്നതിന് വേണ്ടി സാധിക്കും. LP വിഭാഗത്തിൽ 2ാം സ്ഥാനം 2 പേർ പങ്കിട്ടിട്ടുണ്ട്. നവ്യ, ഗോപിക, നന്ദന. MP സുരേഷ് കുമാർ, KT രവീന്ദ്രൻ, MT രത്നവല്ലി, V രാധാകൃഷ്ണൻ, PV ശ്രീനിവാസൻ, PV സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. ചെറുകുന്നിന്റെ കായിക സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം. TV രാജേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന കളിസ്ഥല നവീകരണ പദ്ധതിയുടെ ശിലാസ്ഥാപനം ചെറുകുന്ന് വെൽഫെയർ ഹൈസ്കൂളിൽ നടന്നു. TV രാജേഷ് MLA ശിലാസ്ഥാപനം നടത്തി. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന മൈതാനമായ ചെറുകുന്ന് വെൽഫെയർ ഹൈസ്കൂൾ മൈതാനമാണ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുന്നത്. മഴക്കാലത്ത് മൈതാനം വെള്ളത്തിൽ മുങ്ങുന്നത് സ്കൂളിലെയും പഞ്ചായത്തിലെയും കായിക താരങ്ങൾക്ക് പരിശീലനത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് MLA കളിസ്ഥലം നവീകരണത്തിനായി മുൻകൈയെടുത്തത്. ഇത് പൂർത്തിയാവുന്നതോടെ ഈ പ്രദേശത്തുകാരുടെ കായിക സ്വപ്നങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി ഗ്രൌണ്ട് മാറും. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K നാരായണി അധ്യക്ഷത വഹിച്ചു. KV നാരായണൻ, PP ദിവ്യ, T പ്രീത, PO മുരളീധരൻ, P നാരായണൻകുട്ടി, PK അസൻകുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വളപട്ടണം അഖിലേന്ത്യാ സ്വർണ്ണക്കപ്പിനായുള്ള ഫുട്ബോൾ ടൂർണമെന്റിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ പറശ്ശിനി ബ്രദേഴ്സ് പറശ്ശിനിക്കടവിന് തകർപ്പൻ ചെയ്യും. 1-നെതിരെ 4 ഗോളുകൾക്ക് കരീബിയൻ സ്പോർട്ടിംഗ് തളിപ്പറമ്പിനെയാണ് പറശ്ശിനി ബ്രദേഴ്സ് പരാജയപ്പെടുത്തിയത്.
ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോൾ മുഖങ്ങളിലേക്ക് തിരമാലകൾ പോലെ ഇരമ്പിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. പിൻനിരയും ആക്രമണങ്ങൾക്ക് നല്ല പിന്തുണ നൽകിയപ്പോൾ കളി വീറും വാശിയുമുള്ളതായി. 19-ാം മിനിറ്റിൽ തളിപ്പറമ്പിന്റെ പെനാൽറ്റി ബോക്സിൽ വെച്ച് ലഭിച്ച ഇൻഡയറക്ട് കിക്ക് ഇഞ്ചുകളുടെ വ്യത്യാസത്തിനാണ് പുറത്തുപോയത്. പറശ്ശിനിയുടെ ലൈബീരിയൻ താരങ്ങളായ ഫ്രാൻസിസ് ജൂനിയറും ഫ്രാൻസിയും എയർ ഇന്ത്യൻ താരം കുട്ടനും പന്തടക്കത്തിലും ഡ്രിബ്ലിംഗിലും മികച്ച നിലവാരം പുലർത്തി. രണ്ടാം പകുതിയുടെ 12-ാം മിനിറ്റിൽ പ്രതിരോധ നിരയെ വെട്ടിച്ച് മുന്നേറിയ പറശ്ശിനിയുടെ ഫ്രാൻസിസ് തൊടുത്ത ബുള്ളറ്റ് ഷോട്ട് തളിപ്പറമ്പിന്റെ വലകുലുക്കി. പറശ്ശിനിയുടെ ആസൂത്രിതമായ വേഗതയാർന്ന നീക്കങ്ങൾ വീണ്ടും ഫലം കണ്ടു. ഇത്തവണയും ഗോൾ പിറന്നത് ഫ്രാൻസിസിന്റെ ബൂട്ടിൽ നിന്നും. 4-1 പറശ്ശിനി ബ്രദേഴ്സ് ജയിച്ചു കയറിയത്. ന്യൂസ് ബ്യൂറോ, പാപ്പനശ്ശേരി. പൊതുവാച്ചേരി ജുമാഅത്ത് പള്ളി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പ്രഭാഷണവും ജില്ലാതല ഖുർആൻ പാരായണ മത്സരവും നടത്തുന്നു. ഏപ്രിൽ 3 രാവിലെ 9 മുതൽ പൊതുവാച്ചേരി ജുമാഅത്ത് പള്ളി പരിസരത്താണ് പരിപാടികളെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഖുർആൻ പഠനം പ്രോത്സാഹിപ്പിക്കുക, ഇമ്പമാർന്ന ശൈലിയിലുള്ള ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം നടത്തുന്നത്. 1ാം സ്ഥാനത്തിന് ലാപ്ടോപ്പും 2ഉം 3ഉം സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9747477964 974707086353 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ അബ്ദുൾ റസാഖ് ഫൈസി, കെ റൌഫ്, ടി വി അബ്ദുൾ ഹാജി, ടി കെ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ധീരജവാൻ പ്രവീണിന്റെ സ്മരണയ്ക്കായി ശ്രീസ്ഥയിൽ നടന്നുവന്നിരുന്ന ഷട്ടിൽ ടൂർണമെന്റിന് സമാപനമായി. SAG ശ്രീസ്ഥയുടെ നേതൃത്വത്തിലാണ് ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ജനിച്ച നാടിന്റെ മാനം കാക്കാൻ ജീവൻ ബലി നൽകിയ ധീരജവാൻ പ്രവീണിന്റെ സ്മരണയ്ക്കായി SAG ശ്രീസ്ഥ സംഘടിപ്പിച്ച 2ാമത് ഷട്ടിൽ ടൂർണമെന്റ് സമാപിച്ചു. അത്യന്തം വാശിയേറിയ മത്സരത്തിൽ ഡബിൾസിൽ യൂണിക് ബിൽഡേഴ്സ് പഴയങ്ങാടിയെ പരാജയപ്പെടുത്തി ഫ്രണ്ട്സ് വടശ്ശേരി മാത്തിൽ വിജയികളായി. സിംഗിൾസിൽ ഫ്രണ്ട്സ് വടശ്ശേരിയെ പരാജയപ്പെടുത്തി യൂണിക് വിജയികളായി. വിജയികൾക്കുള്ള സമ്മാനദാനം ജവാൻ പ്രവീണിന്റെ പിതാവ് VV രവീന്ദ്രൻ നിർവഹിച്ചു. രാജേഷ് CV, പ്രദീപൻ P, സാവിത്രി CV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലേബർ ഓഫീസറുമായി നടത്തിയ ചർച്ച പരാജയം. പെട്രോൾ പമ്പ് തൊഴിലാളികൾ ബുധനാഴ്ച മുതൽ പണിമുടക്കും. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് പയ്യന്നൂരിൽ തിരിതെളിഞ്ഞു. 120 ഇനങ്ങളിലായി മത്സരിക്കുന്നത് 4200 വിദ്യാർത്ഥികൾ. 8 വേദികളിലായി നടക്കുന്ന കലോത്സവം 5 നാളുകൾ നീളും. തളിപ്പറമ്പ് തൃച്ചംബരത്തെ ESI ആശുപത്രിയിലെ കവർച്ച. ലോക്കർ സഹിതം 3 പേർ പിടിയിൽ. പുതുതായി അനുവദിച്ച തിരുവനന്തപുരം നിസാമുദ്ദീൻ പ്രതിവാര ട്രെയിൻ ബുധനാഴ്ച മുതൽ. ട്രെയിനിന് കണ്ണൂരിലും സ്റ്റോപ്പ്. കണ്ണൂരിന്റെ ഗതാഗത കുരുക്കഴിക്കാൻ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ ഉടൻ പ്രാവർത്തികമാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിൽ DYFI നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ഗതാഗത ശൃംഖല. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. 14 നാളുകൾ തളിപ്പറമ്പും പരിസരങ്ങളും ശ്രീകൃഷ്ണ ബലരാമ ലീലാവിലാസങ്ങളാൽ മുഖരിതമാവും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.